വമ്പിച്ച വിജയം മഹാരാഷ്ട്രയിലെ ജനങ്ങൾ നൽകിയ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മഹായുതി സഖ്യത്തിൻ്റെ വലിയ വിജയം, ആ വിജയത്തിൻ്റെ ശോഭ കെടുത്തുന്ന പ്രവർത്തനങ്ങളാണ്, ചർച്ചകളാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്നും നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. വമ്പിച്ച നാടകീയ നീക്കങ്ങൾക്ക് പേരുകേട്ട മഹാരാഷ്ട്ര ഇപ്പോൾ ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ കഴിയാതെ മുന്നോട്ടു പോവുകയാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങ് 5-ാം തീയതിയിൽ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും അതിനു വേണ്ടിയിട്ടുള്ള വാങ്കഡെ സ്റ്റേഡിയത്തിൽ വലിയ ഒരുക്കങ്ങൾ അതിനുവേണ്ടി തകൃതിയായി നടക്കുന്നുണ്ടെങ്കിലും ആരാണ് മുഖ്യമന്ത്രി എന്ന് ഇപ്പോഴും തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഏറ്റവും അധികം സീറ്റുകൾ നേടിയ BJP 132 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയും കേവല ഭൂരിപക്ഷത്തിന് ഏതാനും MLA-മാരുടെ മാത്രം കുറവുള്ള BJPയുടെ ദേവേന്ദ്ര ഫഡ്നാവിസ് മുഖ്യമന്ത്രിയാകുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ നിലവിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഏകനാഥ് ഷിൻഡക്ക് മുഖ്യമന്ത്രിയാവാൻ വലിയ ആഗ്രഹവുമുണ്ട്. എന്നാൽ ഏകനാഥ് ഷിൻഡയെ മുഖ്യമന്ത്രിയാക്കുന്നതിനോട് തങ്ങൾക്കൊട്ടും താല്പര്യമില്ലെന്നാണ് BJP പറയുന്നത്. ആയതിനാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ദേവേന്ദ്ര ഫഡ്നാവിസിനെ തീരുമാനിച്ചിരിക്കുന്നു. ഏകനാഥ് ഷിൻഡെ ഒരുപക്ഷെ ഉപമുഖ്യമന്ത്രിയായി വരും. NCPയുടെ അജിത് പവാർ ഒരു ഉപമുഖ്യമന്ത്രിയും അദ്ദേഹത്തിന് ധനകാര്യ വകുപ്പും ലഭിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. എന്നാൽ ഏകനാഥ് ഷിൻഡെ മുഖ്യമന്ത്രി പദം നഷ്ടപ്പെട്ട് ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക് വരുമ്പോൾ അവർക്ക് ആവശ്യമായ വകുപ്പുകൾ നേടിയെടുക്കാനുള്ള സമ്മർദ്ദ തന്ത്രത്തിലാണ് ഇപ്പോൾ ഏകനാഥ് ഷിൻഡെ ഉള്ളത്. ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തിന് വേണമെന്നാണ് ഏകനാഥ് ഷിൻഡെ ആവശ്യപ്പെടുന്നത്. മഹാരാഷ്ട്രയിൽ ഏറെ നിർണായകമായ സുപ്രധാന വകുപ്പുകളിൽ ഒന്നായിട്ടുള്ള നഗര വികസന വകുപ്പും അദ്ദേഹത്തിന് വേണമെന്ന് ആവശ്യപ്പെടുന്നു. കാരണം കഴിഞ്ഞ ഗവൺമെന്റിൽ ഏകനാഥ് ഷിൻഡെ മുഖ്യമന്ത്രിയും ദേവേന്ദ്ര ഫഡ്നാവിസ് ഉപമുഖ്യമന്ത്രിയുമായപ്പോൾ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് ഉപമുഖ്യമന്ത്രിയായിരുന്ന ദേവേന്ദ്ര ഫഡ്നാവിസ് ആണ്. അതേ കീഴ്വഴക്കത്തിൽ ഇപ്പോൾ ദേവേന്ദ്ര ഫഡ്നാവിസ് മുഖ്യമന്ത്രിയാവുമ്പോൾ ഉപമുഖ്യമന്ത്രിയാവുന്ന ശിവസേനയ്ക്ക് ആഭ്യന്തര വകുപ്പും നഗരവികസന വകുപ്പും ലഭിക്കണമെന്നാണ്. ഇങ്ങനെ വകുപ്പുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന തർക്കങ്ങളാണത്രേ ഇപ്പോഴും മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും പ്രഖ്യാപിക്കാൻ കഴിയാതെ മഹായുതി സർക്കാർ വലിയ നിലയിൽ പെട്ടുപോയിരിക്കുന്നത് എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ ഘട്ടത്തിൽ രാഷ്ട്രീയത്തിലെ അധികായന്മാരായി അറിയപ്പെടുന്ന ഉദ്ധവ് താക്കറെയും ശരത് പവാറും കോൺഗ്രസുമെല്ലാം ഈ തർക്കങ്ങളെയെല്ലാം, മഹായുതിയിലെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങളെയെല്ലാം ശ്രദ്ധാപൂർവം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഉദ്ധവ് താക്കറെയുടെ മകൻ ആദിത്യ താക്കറെ പ്രഖ്യാപിച്ചത് ഇങ്ങനെ ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിയുന്നില്ല എങ്കിൽ മഹാരാഷ്ട്രയിൽ ഒരു രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതിനെ കുറിച്ച് ചിന്തിച്ചുകൂടെ എന്നാണ്. എന്നാൽ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ നിലയിലുള്ള പരിഹാസങ്ങളാണ് ആദിത്യ താക്കറെക്ക് ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് ലഭിച്ചത്. വമ്പൻ പൊട്ടൽ പൊട്ടിയതിനു ശേഷം പിന്നെയും ഇങ്ങനെയുള്ള പ്രസ്താവനകൾ എന്തിനു നടത്തുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിൽ ആദിത്യ താക്കറെയുടെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഏതായാലും മഹാരാഷ്ട്രയിലെ നാടകീയ നീക്കങ്ങൾ തുടരുകയാണ്. ദേവേന്ദ്ര ഫഡ്നാവിസിനെ മുഖ്യമന്ത്രിയാക്കുമ്പോൾ ഉപമുഖ്യമന്ത്രിയാകാൻ ഷിൻഡെ തയ്യാറാണെങ്കിലും ആഭ്യന്തര വകുപ്പും നഗരവികസന വകുപ്പും കിട്ടണമെന്നുള്ളതാണ് വകുപ്പുകളെ ചൊല്ലിയുള്ള വലിയ തർക്കങ്ങളാണ് ഉടലെടുത്തിരിക്കുന്നത്. മാത്രമല്ല BJPയിലും മറ്റൊരു പ്രശ്നം ഉയർന്നു വരുന്നുണ്ട്. മറാത്തകളുടെ വലിയ പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ BJPക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ നാഗ്പൂരിൽ നിന്നുള്ള ബ്രാഹ്മണ സമുദായത്തിൽ നിന്നുള്ള നേതാവായിട്ടുള്ള ദേവേന്ദ്ര ഫഡ്നാവിസ് മുഖ്യമന്ത്രിയാവുന്നതിലൂടെ മറാത്തകളിൽ വലിയ അസ്വീകാര്യത ലഭിക്കും. മറാത്തകൾ എതിരാകുമോ എന്ന ഭയം BJPക്കുണ്ട്. വരാനിരിക്കുന്ന മുംബൈ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിൽ മറാത്തകളുടെ പിന്തുണ ആവശ്യവുമാണ്. അതിനാൽ ഒരുപക്ഷെ ദേവേന്ദ്ര ഫഡ്നാവിസ് അല്ലാത്ത BJPയിലെ തന്നെ ഒരു സർപ്രൈസ് മുഖ്യമന്ത്രി വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഏതായാലും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും വകുപ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടും വലിയ ചർച്ചകൾ, വലിയ തർക്കങ്ങൾ മഹായുതി സഖ്യത്തിൽ നിലനിൽക്കുകയാണ്. ഇന്ന് നിശ്ചയിച്ചിരുന്ന BJPയുടെയും NDAയുടെയും യോഗങ്ങൾ മാറ്റിവെക്കേണ്ടി വന്നു എന്നുള്ളതാണ്. തർക്കങ്ങൾ പരിഹരിക്കാൻ കഴിയാത്തതുകൊണ്ട്, ഒരു സമവായത്തിലെത്താൻ കഴിയാത്തതുകൊണ്ടാണ് ഈ യോഗങ്ങൾ മാറ്റിവെച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വരും ദിവസങ്ങളിൽ ഈ ചർച്ചകൾ കൃത്യമായി നടത്തിക്കൊണ്ട്, രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ട് ഒരു പുതിയ ഗവൺമെന്റ് മഹാരാഷ്ട്രയിൽ വരുമെന്നാണ് പറയുന്നത്. എന്നാൽ അധികായന്മാരായിട്ടുള്ള ശരത് പവാറും ഉദ്ധവ് താക്കറെയും കോൺഗ്രസുമെല്ലാം ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെട്ട് ഏതെങ്കിലും നിലയിലുള്ള അട്ടിമറികൾ സംഭവിക്കുമോ എന്ന് പറയാൻ കഴിയില്ല. ഏതായാലും ഏകനാഥ് ഷിൻഡെക്ക് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടത് ഉദ്ധവ് താക്കറെ വിഭാഗം ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പണ്ട് മുഖ്യമന്ത്രി പദം ലഭിച്ചതിൻ്റെ പേരിൽ
ശിവസേനയിൽ നിന്ന് മാറിപ്പോയ ഏകനാഥ് ഷിൻഡെക്ക് ഇപ്പോൾ മുഖ്യമന്ത്രി പദം ഇല്ലാതെ മുന്നോട്ട് പോകേണ്ടി വരുന്നു എന്നുള്ളത് പരിഹാസ്യമാണ് എന്നാണ് ഉദ്ധവ് താക്കറെ വിഭാഗം പറയുന്നത്.